ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. അതിനകത്തെ പാർട്ട് പി സിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഫോർമേഷൻ ഓഫ് എ ഗ്രൂപ്പിൻ്റെ പല സ്റ്റേജസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ മോട്ടിവേഷൻ തിയറീസ്. ഇതാണ് വേറെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഇതാണ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ മേജർ മോട്ടിവേഷൻ തിയറീസ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ മോട്ടിവേഷൻ തിയറീസ് ഓരോന്നായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മുഴുവനായിട്ടും ചോദിക്കുക. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഇഫ് എനിബഡി ഹാവ് മിസ്ഡ് ദ പ്രീവിയസ് ലെക്ചേഴ്സ് പ്ലീസ് ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിനകത്ത് നമ്മളുടെ പ്ലേലിസ്റ്റും ഉണ്ട്, അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ അവൈലബിൾ ആക്കി തരാം. ഇത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നോട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്കും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ എല്ലാവരും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അതിനകത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുക. പ്രീവിയസ് വീഡിയോസ് അതെന്തായാലും കാണുക, കണ്ടിട്ട് നോട്ട്സ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് വൈ. Okay, so we can move on to the next question, that is the major motivation theories. So the first, we want classify the motivation theories into two theories, need based theories and process based theories. നമുക്ക് ഫസ്റ്റ്ലി തിയറീസിനെ ക്ലാസിഫൈ ചെയ്യാം. മോട്ടിവേഷൻ തിയറീസ് ക്യാൻ ബി ഓഫ് നീഡ് ബേസ്ഡ് ഓർ പ്രോസസ് ബേസ്ഡ്. ഓക്കെ, അപ്പോൾ അതിലകത്തെ ആദ്യത്തെയാണ് നീഡ് ബേസ്ഡ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അപ്പോൾ ആവശ്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ മോട്ടിവേഷൻ തിയറീസ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. മാസ്ലോ തിയറീസ്, നീഡ് തിയറി എന്ന് ചോദിച്ചാൽ യു വോണ്ട് റൈറ്റ് ദിസ്. ഓക്കെ, ഒന്നെങ്കിൽ നീഡ് തിയറി എന്ന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ മാസ്ലോ ഹൈറാർക്കി തിയറി എന്നായിരിക്കാം, ഹൈറാർക്കി തിയറി എന്നായിരിക്കാം. ക്വസ്റ്റ്യൻ ബൈ ഡിഫേഴ്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറി ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ആൾ എബ്രഹാം മാസ്ലോ ആയിരുന്നു. സോ ഇറ്റ് ഇസ് നോൺ ആസ് മാസ്ലോസ് ഹൈറാർക്കി നീഡ്സ്. So he is one among the most prominent psychologists in the 20th century, and his hierarchy is an image familiar to all the business students and managers. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഈ ഒരു പേഴ്സണെ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ അവരുടെ ആവശ്യങ്ങൾ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കണമെന്നാണ് മാസ്ലോ ഐഡൻറ്റിഫൈ ചെയ്തത്. So he has identified the needs into 5 categories. That is physiological needs, then safety needs, social needs, esteem needs and self-actualization needs. So മാസ്ലോ പറഞ്ഞിരിക്കുന്ന 5 രീതി നമ്മളുടെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. ദേ ഹാവ് physiological needs, safety needs, then social needs, esteem needs and self-actualization needs. അതിനകത്തെ ആദ്യമാണ് physiological needs. So physiological needs refers to need for food, water and other biological needs. നമുക്ക് ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ ഇതെല്ലാം നമ്മൾ ഏറ്റവും ബേസിക് നീഡ്സ്, അതിനെ തന്നെയാണ് ഇവിടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നീഡ്സ് എല്ലാം എന്ന് വെച്ചാൽ ബേസിക് ആണ്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ആ ഒരു നീഡായിരിക്കും നമുക്ക് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണത്. അപ്പാർട്ട് ഫ്രം മണി വി വോണ്ട് ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ, ദീസ് ആർ ദ ബേസിക് വൺസ് അല്ലേ. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഫുഡ് കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരിക്കും. അപ്പോൾ അതായിരിക്കണം. അപ്പം ഒരു പ്രോമിസ് ഓഫ് ഫുഡായിരിക്കും ആ ഒരു സമയത്ത് നമുക്കുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ. ഇപ്പം ഒരു പട്ടിണി അല്ലെങ്കിൽ ഒരു ബെഗറിന് ജോലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര സാലറി തരുമെന്നാണ്, അല്ല ഭക്ഷണത്തിനുള്ള വക തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവരുടെ മോട്ടിവേഷൻ, എപ്പോഴും അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത് കഴിയുന്ന ഒരാൾ അടുത്ത ലെവലിലേക്ക് പോകും അല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തരാണെങ്കിൽ ആദ്യം നമ്മളുടെ ജീവിച്ച് പോകാനുള്ള സാലറി കിട്ടണം എന്നതാണ് നമുക്കുള്ളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം. അത് കഴിയുമ്പോൾ നമ്മളുടെ കുറച്ച് സോഷ്യൽ നീഡ്സ് പോകും. ഫിസിയോളജിക്കൽ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ സോഷ്യൽ നീഡ്സിലേക്ക് നമ്മൾ മാറും. സോ വൺസ് ഫിസിയോളജിക്കൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്, പീപ്പിൾ ടെൻഡ് ടു മൂവ് കോൺസെൻട്രേറ്റഡ് അബൌട്ട് സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ അല്ല സേഫ്റ്റി നീഡ്സിലേക്ക്. പിന്നെ നമുക്ക് സേഫ്റ്റിയാണ് വേണ്ടത് അല്ലേ. സോ സേഫ്റ്റി നീഡ്സിൽ നമ്മളെന്താ, നമുക്ക് നല്ലൊരു വീടും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, വണ്ടി, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ വരും. ഓക്കെ, അതാണ് സേഫ്റ്റി നീഡ്സ്. അപ്പം മോട്ടിവേഷൻ കൊടുക്കുന്ന സേഫ്റ്റി നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതിനുശേഷം വരുന്നതാണ് സോഷ്യൽ നീഡ്സ്. പിന്നെ നമുക്ക് ഒരു സേഫായി നമുക്ക് വേണ്ട ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ എല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സൊസൈറ്റി അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ്, ഫാമിലി എന്നൊരു നീഡായിരിക്കും പിന്നെ എമേർജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ സോഷ്യൽ നീഡ്സ് ഓൺ ദ നെക്സ്റ്റ് level up, the social needs refers to the need to bond with other human beings, be loved and form a lasting attachment with others. The need to belong
ദ ഡിസയർ ഫോർ ഇൻ്റർപേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ആസ് എ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ മോട്ടിവേഷൻ. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻ്റർപേഴ്സണൽ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ആയിരിക്കും. ഇൻ്റർപേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഓർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നീഡ് ഓർ ടു ബിലോങ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കും നമ്മൾ സോഷ്യൽ നീഡ്സിൽ ശ്രമിക്കുക. ഇനി സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി വിൽ മൂവ് ടു ദ എസ്റ്റീം നീഡ്സ്. പിന്നെ സോഷ്യൽ നീഡ്സും കഴിഞ്ഞു, നല്ല ബന്ധങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാമായി. ഇനി നമുക്ക് എസ്റ്റീം നീഡ്സ് ആയിരിക്കും, നമ്മളുടെ ഒരു വില തോന്നുന്ന, അല്ലേ, നമ്മൾ സോഷ്യൽ നീഡ്സ് കിട്ടി, സേഫ്റ്റി നീഡ്സ് കിട്ടി, ഫിസിയോളജിക്കൽ നീഡ്സ് കിട്ടി. സോ വി വോണ്ട് ടു ഗെറ്റ് സം എസ്റ്റീം. So we want to get respected by our peers, or we need to be appreciated. അതേപോലെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നേണ്ട ഒരു സ്റ്റേജ് എത്തും. അപ്പോഴാണ് നമ്മൾ പ്രമോഷനൊക്കെ കൊടുക്കുന്നത് എംപ്ലോയീസിനാണെങ്കിൽ. സോ ബൈ പ്രമോഷൻ ഹീ ഈസ് ഫൗണ്ട് ടു ബി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഹീ വിൽ ബി അപ്രീഷിയേറ്റഡ് ബൈ ദി പിയർ മെമ്പേഴ്സ്, or they will be respected by some of its subordinates. അങ്ങനെയുള്ള നീഡ് സാറ്റിസ്ഫാക്ഷനാണ് എസ്റ്റീം നീഡ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കിയാണ്. എല്ലാം കിട്ടി നമുക്ക് സെൽഫ് എസ്റ്റീം നീഡ്സ് വരെ ഫുൾഫിൽ ആയി കഴിയുമ്പോൾ വി വോണ്ട് ടു ഹാവ് എ സെൽഫ് ആക്ച്വലൈസേഷൻ, ദാറ്റ് ഈസ് ബിലോങ്ങിങ് ഓൾ യു ആർ കേപ്പബിൾ ഓഫ് ബിക്കമിങ്. നമ്മൾ എല്ലാം ആവാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എത്തി, ആ ഒരു സ്റ്റേജിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. സോ ദിസ് നീഡ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ബൈ ദ ഡിസയർ ടു അക്വയർ ന്യൂ സ്കിൽസ്, ടേക്ക് ഓൺ എ ന്യൂ ചാലഞ്ച് ആൻഡ് ബിഹേവ് ഇൻ എ വേ that will lead to the attainment of one's life goal. അപ്പം ഏറ്റവും എസ്റ്റീം നീഡ്സ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവരെ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു പാർട്ടാക്കി മാറ്റുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നമ്മളൊരു ഇത് കൊടുക്കുകയാണ്, ഷെയർ ഹോൾഡറായിട്ട് മാറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. കമ്പനിയുടെ എംപ്ലോയി ആയി എത്താൻ പറ്റുന്ന മാക്സിമം എത്തി. സോ നെക്സ്റ്റ് ഇസ് ടു ബി ദ ഓണർ ഓഫ് ദ കമ്പനി, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുക. അപ്പോൾ മാസ്ലോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മനുഷ്യർക്ക് പലപ്പോഴും പല രീതിയിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ പല നീഡ്സ് ആയിരിക്കും. ഈ ഓരോ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ മോട്ടിവേഷൻ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ പ്രൊസീജിയേഴ്സ് എന്നാണ് മാസ്ലോ പറഞ്ഞത്. അതിൽ ഓരോ മനുഷ്യർക്കുണ്ടാവുന്ന നീഡുകളാണ് ഇവിടെ പറഞ്ഞത്: ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ ഇതാ ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് നീഡ് തിയറി, മാസ്ലോ ഹൈറാർക്കി തിയറി. ദ സെക്കൻഡ് നീഡ് തിയറി ഈസ് ERG തിയറി. So ERG theory is put forward by Alderfer. Alderfer proposed the basic human needs may be classified under 3 categories. അപ്പം നമ്മുടെ മാസ്ലോയുടെ തിയറിക്ക് ഒരു ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ആൽഡഫർ കൊണ്ടുവന്ന ERG തിയറി. He told that the human needs can be classified into 3. ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്സിസ്റ്റൻസിലാണ് മാസ്ലോയുടെ ഫസ്റ്റ് 2, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് പെടുന്നത്, അല്ലേ. നമുക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടത് നമുക്കൊരു സേഫ്റ്റിയും വേണം, ഫിസിയോളജിക്കലും വേണം, ഫുഡ്, വാട്ടർ, ഷെൽട്ടറൊക്കെ വേണം, പിന്നെ ഒരു സേഫ്റ്റിയും കൂടെ വേണം. സോ ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ്. സെക്കൻഡ് ഇസ് റിലേറ്റഡ്നെസ്. റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഉള്ളത് എന്ന് വെച്ചാൽ സോഷ്യൽ നീഡ്സ് ആണ് അവിടെ വരുന്നത്. ദെൻ ഗ്രോത്തിലാണ് മാസ്ലോയുടെ എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും വരുന്നത്. അപ്പോൾ ടോട്ടൽ 5നെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് 2 ആസ് ടേക്കൺ 2 എക്സിസ്റ്റൻസ്, തേർഡ് 1 റിലേറ്റഡ്നെസ് ആൻഡ് ലാസ്റ്റ് 2 ഗ്രൂപ്പ് ടുഗെദർ ടു കോൾ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ERG തിയറിയുടെ മെയിൻ കോൺട്രിബ്യൂഷൻ ഒരു മാസ്ലോയുടെ കുറേ അസംഷൻസ് ഉണ്ട്. മാസ്ലോ നിൽക്കുമ്പോൾ പല അസംഷൻസിലൂടെയാണ്. ആ അസംഷൻസ് കുറച്ചുകൂടെ ഫുൾഫിൽ ചെയ്യുന്ന, ആ അസംഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ERG തിയറി വന്നിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ERG തിയറി ഡസ് നോട്ട് റാങ്ക് നീഡ്സ് ഇൻ എനി പെർട്ടിക്കുലർ ഓർഡർ ഓർ explicitly recognizes that more than one need may operate at a given time. So moreover, the theory has a frustration regression hypothesis suggesting that individuals who are frustrated in their attempt to satisfy one need may regress to another. ദാറ്റ് ഈസ്, ഇവിടെ നമ്മൾ 2 ഫിസിയോളജിക്കലും സേഫ്റ്റി നീഡ്സിനെ ഒരുമിച്ചിട്ടു. അപ്പോൾ ഒരു മനുഷ്യന് ഫിസിയോളജിക്കൽ കഴിഞ്ഞ് മാത്രമല്ല സേഫ്റ്റി, ചിലപ്പോൾ സേഫ്റ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിനും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. 2 നീഡ്സും ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. സോ ഇറ്റ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ദ മോട്ടിവേഷൻ ക്യാൻ ബി ആസ് പെർ ദാറ്റ്.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. അതേപോലെ വേറൊരു എക്സാമ്പിളാണ് someone who is suffered by the growth opportunity in his job and progress towards career goals may regress to relatedness need and start spending more time socializing with co-workers. ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അയാൾക്ക് സോഷ്യലൈസിങ് ഇഷ്ടമാണ്. ഓക്കെ, സോഷ്യൽ നീഡ്സ് ഉള്ളതുകൊണ്ട് മാത്രം പുള്ളി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം. So this implication of the theory is that we need to recognize the multiple needs that may be driving individuals at a given point to understand their behavior and truly or properly motivate them. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഫിസിയോളജിക്കൽ നീഡ്സോ ഏതോ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ബട്ട് റിലേറ്റഡ്നെസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് കേൾക്കുന്നുണ്ടാവും പല പേരും പറയുന്നത്, എനിക്ക് ആ കമ്പനിയിൽ മുന്നോട്ട് പോകാൻ ഇഷ്ടമല്ല, പക്ഷേ അവിടെ നല്ല ഫ്രണ്ട് ബേസായി എല്ലാവരുമായിട്ട് നല്ല ഇതായി, അതുകൊണ്ട് എനിക്ക് വിട്ടു പോകാൻ തോന്നുന്നില്ല എന്നൊരു റിലേഷൻഷിപ്പ് കാണും. അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനനുസരിച്ചൊരു മോട്ടിവേഷൻ പ്ലാൻ എടുക്കണമെങ്കിൽ നമ്മളുടെ പഴയ മാസ്ലോ വെച്ച് പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിലാണ് ERG തിയറിക്ക് ഇത്രയും റെലവൻസ് വരുന്നത്. ദെൻ ദ തേർഡ് നീഡ് ബേസ്ഡ് തിയറിയാണ് two-factor theory. So Frederick Herzberg approached the question of motivation in a different way. ഈ രണ്ടെണ്ണം അല്ലാതൊരു കൺസെപ്റ്റാണ് ഫെഡറിക് ഹേഴ്സ്ബർഗ് ഈ two-factor theory എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ബൈ ആസ്കിങ് ഇൻഡിവിജ്വൽ വാട്ട് സാറ്റിസ്ഫൈ ദം ഓൺ ജോബ് ആൻഡ് വാട്ട് ഡിസാറ്റിസ്ഫൈ ദം, Herzberg came to the conclusion that aspects of the work environment that satisfy employees are very different from aspects that dissatisfy them. അപ്പം നമ്മൾ നോർമലി ചിന്തിക്കുന്ന പലതുമുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ കാര്യം, ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ കാര്യം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഹെർബർഗ്സിൻ്റെ ആ ഒരു സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ വ്യൂ ഓഫ് പോയിൻറ്റിനേക്കാളും വ്യത്യാസമുണ്ട് ഹ്യൂമൻ ബിഹേവിയർ എന്നത്. സോ ചില കണ്ടീഷൻസ് നമ്മൾ ഡിസാറ്റിസ്ഫൈ ചെയ്യും, എന്നാൽ ചിലത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വാട്ട് സാറ്റിസ്ഫൈ ആൻഡ് വാട്ട് ഡിസാറ്റിസ്ഫൈ എക്സിനെ പ്ലേസ് ചെയ്ത് നമ്മൾ two-factor theory ഉണ്ടായത് ബൈ ഹേഴ്സ്ബർഗ്. സോ ഹേഴ്സ്ബർഗ് ഹാസ് ലേബിൾഡ് ദ ഫാക്ടേഴ്സ് കോസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്കേഴ്സ് ആസ് ഹൈജീൻ. അപ്പോൾ ഇത് കൂടുതൽ എംപ്ലോയീസിനല്ല, വർക്കേഴ്സ് എന്ന ക്ലാസ്സിനെയാണ് ഈ ഒരു മോട്ടിവേഷൻ തിയറി യൂസ്ഫുൾ ആവുന്നത്. എംപ്ലോയീസിൻ്റെ ഇത് അത്രത്തോളം വരുന്നില്ല. അപ്പോൾ ഹെർബർഗ് പറഞ്ഞിരിക്കുന്നത് ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ, അതിനെയെല്ലാം നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് ഇടണം. ഓക്കെ, അപ്പം ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ ഈ ഫാക്ടേഴ്സ് എന്തായാലും ഉണ്ടാണ്. ഈ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ, ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ ജോബിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പോളിസി, സൂപ്പർവിഷൻ, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, സേഫ്റ്റി, സെക്യൂരിറ്റി ഓൺ ദ ജോബ്, ഇത്രയും കാര്യങ്ങളില്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, വർക്കേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ ദാറ്റ് ഫാക്ടേഴ്സ് വിച്ച് മേക്ക് വർക്കർ ഡിസാറ്റിസ്ഫൈഡ് ആർ കോൾഡ് ഹൈജീൻ ഫാക്ടേഴ്സ്. തെറ്റിപ്പോകരുത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കില്ലെങ്കിൽ, ഹൈജീൻ ഫാക്ടേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരും, കമ്പനി വിട്ടു പോവുക. എന്നാൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകും, സാറ്റിസ്ഫൈഡ് ആകും. പക്ഷേ ഈ ഹൈജീൻ ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ മോട്ടിവേറ്റേഴ്സ് എന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. സോ ഇൻ കോൺട്രാസ്റ്റ്, ദ മോട്ടിവേറ്റേഴ്സ് ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ദ ജോബ്, സച്ച് ആസ് ദ അച്ചീവ്മെൻറ്റ്, റെക്കഗ്നിഷൻ, ഇൻട്രസ്റ്റിംഗ് വർക്ക്, ഇൻക്രീസ് റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എക്സെട്ര. അപ്പോൾ ഇതെല്ലാം വഴി എങ്ങനെയാണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ സാറ്റിസ്ഫാക്ഷനിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഹൈജീൻ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ സാലറി ഉള്ളതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇല്ല, സാലറി ഹൈക്ക് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ വരും, അപ്പോൾ അത് മോട്ടിവേറ്റേഴ്സിലേക്ക് പോകും. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഇല്ല, വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഇല്ല, വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിലോ ഡിസാറ്റിസ്ഫാക്ഷൻ ആകും. ബട്ട് മോട്ടിവേറ്റേഴ്സ് ആയിട്ട് നല്ല അച്ചീവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആവില്ല, ബട്ട് അച്ചീവ്മെൻറ്റ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ കൂടും. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനെയാണ് two-factor theory എന്ന് പറയുന്നത്. അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഹേഴ്സ്ബർഗ് ഹാവ് ടോൾഡ് ദാറ്റ് ദ മോട്ടിവേഷൻ ഓർ people get motivated in a different way. അതിന് ബേസ് ചെയ്തിട്ട് ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സും ക്ലാസിഫൈ ചെയ്തു. ഹൈജീൻ ഫാക്ടേഴ്സ് ആർ ദോസ് ഹൂസ് ആബ്സെൻറ്റ് വിൽ ഡിസാറ്റിസ്ഫൈ the worker, but motivators are those factors which will satisfy the customers. ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ ആബ്സെൻസ് ഒരിക്കലും ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല, ബട്ട് മോട്ടിവേറ്റേഴ്സിൻ്റെ ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ ലാക്ക് എപ്പോഴും നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരും, ബട്ട് മോട്ടിവേറ്റേഴ്സിൻ്റെ ലാക്ക് ഒരിക്കലും ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല. ഈ കാര്യങ്ങൾ തെറ്റാതെ ഇതാക്കണം. ഐ ഹോപ്പ് ദാറ്റ് യു ആർ ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് തിയറി, നീഡ് ബേസ്ഡ് തിയറിയിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്.
ഫോർത്ത് ടൈപ്പ് ഓഫ് തിയറി നീഡ് തിയറി ആണ് അക്വയർഡ് നീഡ്സ് തിയറി. അക്വയർഡ് നീഡ്സ് തിയറി. നീഡ് തിയറി എന്ന് വെച്ചാൽ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഉണ്ട്, ഇതിനകത്ത് നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ, 3 നീഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ ERG പോലെ തന്നെ എക്സിസ്റ്റഡ് റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ പോലെ ഈ നീഡ് അച്ചീവ്മെൻറ്റ് തിയറി എന്ന് പറയും, അല്ലെങ്കിൽ അക്വേർഡ് നീഡ് തിയറി എന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ നീഡ് അച്ചീവ്മെൻറ്റ് തിയറി എന്നായിരിക്കും കേട്ടിരിക്കുന്നത്. അപ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്നത് പല രീതിയിലായിരിക്കും. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഉണ്ടാവും, നീഡ് ഫോർ അഫിലിയേഷൻ ഉണ്ടാവും, നീഡ് ഫോർ പവർ ഉണ്ടാവും. സോ വൺ അമംഗ് ദ നീഡ് തിയറി അപ്രോച്ചസ് ടു ദ മോട്ടിവേഷൻ കോൾ അക്വയർഡ് നീഡ് തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ ഡേവിഡ് മക്ലെൻഡ്. മക്ലെൻഡിൻ്റെയാണ് ഈ നീഡ് തിയറി വരുന്നത്. മക്ലെൻഡ് നീഡ് തിയറി എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. സോ മക്ലെൻഡ്സ് അക്വയർഡ് നീഡ് തിയറി ഇസ് വൺ ദാറ്റ് ഹാസ് റിസീവ്ഡ് ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് സപ്പോർട്ട്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇൻഡിവിജ്വൽസ് അക്വയർ 3 types ഓഫ് നീഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദർ ലൈഫ് എക്സ്പീരിയൻസ്. ലൈഫ് എക്സ്പീരിയൻസിനനുസരിച്ച് ഇങ്ങനെ 3 നീഡ്സ് വരുമെന്നാണ് മക്ലെൻഡ് പറഞ്ഞത്. ആൻഡ് ദീസ് നീഡ്സ് ആർ ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ. പേരുകൾ മറന്നു പോകാതിരിക്കുക. മറ്റേ ERGയുടെ എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് ആണ്. ഹിയർ അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ ആൻഡ് പവർ ആണ്, AAP ആണ്. സോ ഓൾ ദ ഇൻഡിവിജ്വൽ പ്രോസസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് നീഡ്സ്. എല്ലാവർക്കും ഒരു കോംബോ ആയിരിക്കും, അല്ലാതെ സോഷ്യൽ നീഡ്സ് മാത്രം, സെക്യൂരിറ്റി നീഡ്സ് മാത്രം, അങ്ങനെയല്ല. ദർ വിൽ ബി കോമ്പിനേഷൻ ഓഫ് അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ ആൻഡ് പവർ. ഓക്കെ, അതായിരിക്കും ഒരു എംപ്ലോയറിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ദോസ് ഹു ആർ ഹാവിങ് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഹാവ് എ സ്ട്രോങ് നീഡ് ടു ബി സക്സസ്ഫുൾ. നല്ല അച്ചീവ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെയും സക്സസ്ഫുൾ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു അഫിലിയേഷൻ വേണ്ട ഒരാളാണെങ്കിലോ, നീഡ് ഫോർ അഫിലിയേഷൻ ആണ് ഒരാൾക്ക് കൂടുതലെങ്കിൽ ഹി വിൽ ട്രൈ ടു സോഷ്യലൈസ് വിത്ത് ദ പീപ്പിൾ. എല്ലാവരും അയാൾ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാവരും അയാൾ ഇഷ്ടപ്പെടണം, അതായിരിക്കും അയാളുടെ ഫോക്കസ് ഓഫ് ഏരിയ. ഇനി പവർ ആഗ്രഹിക്കപ്പെടുന്ന ആളാണെങ്കിലോ ആ സിറ്റുവേഷൻ മുഴുവൻ ഹാൻഡിൽ ചെയ്യാനും ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആ സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനും ആയിരിക്കും പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മോട്ടിവേഷൻ മെഷേഴ്സും കൊടുക്കുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ റിവാർഡ്സ്, റെക്കഗ്നീഷൻ അങ്ങനെ കൊടുക്കണം. അഫിലിയേഷൻ്റെ കേസിലോ എന്തെങ്കിലും ഒരു ടൂൾസ് അതുപോലെയുള്ള പാക്കേജസ് കൊടുക്കണം. സോഷ്യലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു HR സെഷനിലേക്ക് ഒരു മാറ്റുകയാണെങ്കിൽ ഹി വിൽ ബി ഹാവിങ് എ മോർ ഇൻട്രാക്ഷൻ വിത്ത് ദ പീപ്പിൾ. പിന്നെ പവർ ആഗ്രഹിക്കുന്ന ആൾക്കാരെയോ അവരെ നമ്മളെ ടീം ലീഡേഴ്സ് ആക്കി കൊടുക്കുക. സോ ഹി വിൽ ഹാവ് ദ ടീം ലീഡർ ആക്കി എടുക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും. സോ ഹി വിൽ വർക്ക് മോർ, അല്ലെ, കൂടുതൽ പവർ കിട്ടാൻ വേണ്ടി. സോ ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഗിവൻ ബൈ മക്ലെൻഡ് വി ക്യാൻ ക്ലാസിഫൈ ദ നീഡ് തിയറി ഇൻറ്റു 3, that is need for achievement, need for affiliation and need for power. So based on these needs which will be in a combination for the employees, we want to give the motivation. Okay, so this is the fourth type, that is need achievement theory or Mclean's need theory. And the fifth need-based theory is McGregor X and Y theory. McGregor X and Y theory. ഒരു ക്വസ്റ്റ്യൻ നമുക്കിനി വരുന്നുണ്ട്, McGregor X and Y. ആ സമയത്ത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ തിയറി എക്സ് ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ എന്ന് വെച്ചാൽ ഇപ്പം മാഗ്രിഗർ പറഞ്ഞിരിക്കുന്ന പീപ്പിളിനെ 2 രീതി ക്ലാസിഫൈ ചെയ്യാം. തിയറി എക്സ് കാറ്റഗറി, തിയറി വൈ കാറ്റഗറി എന്ന രീതിയിലാണ് പറയുന്നത്. തിയറി എക്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വർക്ക്, ഒരു സാധാരണ ഒരു വർക്ക്. ഒരു ടിപ്പിക്കൽ വർക്ക് എന്ന് വെച്ചാൽ അയാൾക്ക് വലിയ അംബീഷൻസ് ഒന്നും ഉണ്ടാവില്ല, റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, സ്വന്തം കാര്യം ചിന്താക്കുക, ആ ഒരു കൺസെപ്റ്റ് ഉള്ളവർ. ഇൻഡിവിജ്വൽ ഗോൾ അച്ചീവ്മെൻറ്റ് മാത്രം, ഗ്രൂപ്പ് ഗോൾ അച്ചീവ്മെൻറ്റ് അതൊന്നുമില്ല. അങ്ങനെയുള്ള സ്റ്റൈൽ ഓഫ് എംപ്ലോയീസിനെ, വർക്കറിനെയാണ് കാറ്റഗറി എക്സ് അല്ലെങ്കിൽ തിയറി എക്സ് ടൈപ്പ് എന്ന് പറയുക. അങ്ങനെയുള്ള മാനേജേഴ്സും ഉണ്ടാവും. അങ്ങനെയുള്ള മാനേജേഴ്സിൻ്റെ ചിന്ത ഇങ്ങനെയായിരിക്കും, എംപ്ലോയേഴ്സിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അവരത്ര ഇൻ്റലിജൻ്റ് അല്ല, അവർ ലേസിയാണ്, അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് സാലറി ഉണ്ടാക്കുക ജസ്റ്റ് ഫോർ ദ ലിവിങ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സാണ് theory X type of managers. Okay, so management believes employees' work is based on their own self-interest, and the managers who believe employees operate in the manner are more likely to use rewards or punishments or motivation. ഈ റിവാർഡും പണിഷ്മെൻ്റൊക്കെ ആയിരിക്കും അവർക്ക് ആഗ്രഹം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ടിപ്പിക്കലായിട്ടൊരു വർക്ക് ഫോഴ്സ് എങ്ങനെയാണോ അവരെങ്ങനെയാണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ് കാറ്റഗറി എക്സ് എന്ന് പറയാം. And this managerial style is more effective when used in a workforce which is not essentially motivated to perform. വലിയ മോട്ടിവേഷൻ ഒന്നും കൊടുക്കാൻ അത്ര മോട്ടിവേഷൻ ഇല്ലെങ്കിലും നടന്നു പോകുന്ന ചില ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു തിയറി എക്സ് ബേസ് ചെയ്തുള്ള മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെയുള്ള മോട്ടിവേഷൻ, ബോണസോ സാലറി ഹൈക്കോ അങ്ങനെയാണ് പോകുന്നത്, അല്ലാതെ എക്സ്ട്രാ ഒന്നും കൊടുക്കാത്ത അങ്ങനെയുള്ള കാറ്റഗറി മോട്ടിവേഷനെയാണ് കാറ്റഗറി തിയറി എക്സ് എന്ന് പറയാം.
ഈ തിയറി വൈ മാനേജേഴ്സ് എന്ന് പറയുന്നവർ ചിന്തിക്കുന്നത് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ മോട്ടിവേറ്റഡ് ആണ്, അതുപോലെ അവർ ജോലി എൻജോയ് ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടെ വർക്ക് വലിയ ഡയറക്റ്റ് റിവാർഡ്സ് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് എന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും തിയറി വൈയിലുള്ള മാനേജേഴ്സ്. So these managers will have a view their employees as one of the most valuable asset. എംപ്ലോയീസ് ആണ് നമ്മളുടെ എല്ലാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഓക്കെ, നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്ന അവർ കാരണമാണ് എന്ന് ചിന്തിക്കുന്ന കാറ്റഗറി ഓഫ് മാനേജേഴ്സാണ് തിയറി വൈയിൽ വരുന്നത്. ഓക്കെ, സോ എംപ്ലോയീസ് അവരുടെ മനസ്സിൽ എംപ്ലോയീസ് ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് വലിയ സൂപ്പർവിഷനൊന്നും ഇല്ലാതെ തന്നെ അവർ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആണല്ലോ, അപ്പോൾ അവർ തന്നെ വർക്ക് ചെയ്തോളും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും എപ്പോഴും തിയറി വൈയിലുള്ളത്. ഓക്കെ, സോ പക്ഷെ അത്ര ഫുള്ളായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം വിശ്വസിച്ചാലും അവർ അത്രത്തോളം വർക്ക് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ പ്രൊഡക്റ്റീവ് ആണോ എഫിഷ്യൻ്റ് ആണോ കമ്പനി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ബട്ട് ദേ വിൽ ഹാവ് എ ബിലീഫ് ഇൻ ദ വർക്കേഴ്സ്. അപ്പോൾ തിയറി എക്സ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ they did not have any kind of belief in the workers. They believe that only if we are forcing the workers to do some work, they will work എന്ന് ചിന്തിക്കുന്നവരാണ് തിയറി എക്സിൽ. തിയറി വൈയിലുള്ളവർ അങ്ങനെയല്ല. They think that the workers are also interested and they are internally motivated. So we don't want to give much training or we don't want to force them to do anything. അങ്ങനെ ചിന്തിക്കുന്നവരാണ് തിയറി വൈയിൽ വരിക. So theory why managers gravitate towards relating to the worker on a more personal level. കുറേ കൂടെ നമ്മൾ പേഴ്സണൽ ലെവലിലായിരിക്കും അവരോട് മീറ്റ് ചെയ്യുന്നത്. ഒരു മാനേജർ എന്ന ലെവലിലൊന്നും ആയിരിക്കില്ല അവർ തിയറി വൈയിലുള്ളവർ വർക്കേഴ്സിനെ കാണുന്നത്. ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് ആണെന്ന് വെച്ചാൽ ഫുള്ളി ഡെമോക്രാറ്റിക് അല്ല, എന്നൊരു സ്യൂഡോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും തിയറി വൈക്കാർ. തിയറി എക്സ് ഒട്ടും ഡെമോക്രാറ്റിക് അല്ല, ദിയർ ഓട്ടോക്രാറ്റ്. തിയറി എക്സ് മാനേജേഴ്സിന് ഓട്ടോക്രാറ്റിക് ആയിരിക്കും, ഒരു വർക്കേഴ്സിനെ പറഞ്ഞു പണിയെടുപ്പിക്കുന്നവരായിരിക്കും. തിയറി വൈ എന്ന് പറയുമ്പോൾ ഒരു സെമി അല്ലെങ്കിൽ സ്യൂഡോ ഡെമോക്രാറ്റിക്. നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് തന്നെ നമ്മളുടെ അഭിപ്രായങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളായിരിക്കും നടക്കുന്നത്. ബട്ട് വി വിൽ ആക്ട് ലൈക്ക് വി ആർ ഡെമോക്രാറ്റിക്. അങ്ങനെയുള്ളവരാണ് തിയറി വൈ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയിക്ക് തന്നെ അവരുടെ വർക്ക് എങ്ങനെ വേണം, വർക്ക് ലോഡ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അതൊക്കെ അവർക്ക് തന്നെ തീരുമാനിക്കാം. ബട്ട് ചെയ്ത് തീരണം എന്നത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് അബൌട്ട് മാഗ്രിഗർ എക്സ് ആൻഡ് വൈ തിയറീസ്. ഇനിയുള്ളത് പ്രോസസ് ബേസ്ഡ് തിയറിയാണ്. അപ്പോൾ നീഡ് ബേസ്ഡ് തിയറി കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് പ്രോസസ് ബേസ്ഡ് തിയറീസ്. ഓഫ് വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് ഇക്വിറ്റി തിയറി. First ആണ് equity theory. So according to this theory, the individuals are motivated by a sense of fairness in their interaction. That is, moreover, our sense of fairness is a result of social comparison we make. Especially we compare our inputs and output with other people's input and outputs. We perceive fairness if we believe that the input to output ratio we are bringing into situation is similar to the input to output ratio of a comparison person or a referent. Perception of inequity create tension in us and drive us to action that will reduce perceived equity. ഈ ഒരു മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത്, ഇക്വിറ്റി തിയറിയിൽ പറയുന്നത്, നമ്മളെപ്പോഴും ഇക്വിറ്റി ചിന്തിക്കുന്നു. ഞാൻ ചെയ്തതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയോ, ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് പോലെ തന്നെയാണോ മറ്റേയാൾ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട്. ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്. നമുക്കൊരു റെഫറൻസ് ഉണ്ടാവും. ആ റെഫറൻസ് വെച്ചിട്ട് അവർ ചെയ്തു, അവർ ഇത്രയും വർക്ക് ചെയ്തു, അപ്പോൾ അവർക്കിത് കിട്ടി. അപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ചെയ്താൽ എനിക്കിത് കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഏത് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ കൊടുക്കണം, ആ ഒരു ബേസിസിനെയാണ് ഇക്വിറ്റി തിയറി എന്ന് പറയുക. സോ വി ആർ കമ്പയറിങ് ദ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് എ റെഫറൽ വിത്ത് ആസ് ആൻഡ് വി ആർ ഡിസൈഡിങ്. ഇനി അതിനനുസരിച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും, പെട്ടെന്ന് ടെൻഷനാവും. അവരുടെ ഇനിക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതാണ് ഒരു ഇക്വിറ്റി തിയറിയിലെ മോട്ടിവേഷൻ തിയറിയിൽ ഇക്വിറ്റി തിയറി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അതേപോലെയുള്ള മോട്ടിവേഷൻ കൊടുക്കണം. മറ്റേവർക്ക് കിട്ടിയതുപോലെ തന്നെ മോട്ടിവേഷൻ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് ഫസ്റ്റ് പ്രോസസ് തിയറി. സെക്കൻഡ് ഇസ് എക്സ്പെക്റ്റൻസി തിയറി. ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു എക്സ്പെക്റ്റൻസി തിയറി an individual motivation to put forth more or less effort is determined by a rational calculation in which individuals evaluate their situation. അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും പെർഫോം ചെയ്തു, അപ്പോൾ എനിക്ക് അതേപോലെ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടു, അപ്പോൾ എനിക്ക് ഇത്രത്തോളം ബെനിഫിറ്റ് കിട്ടത്തില്ലേ എന്നൊരു കാൽക്കുലേഷനിൽ പോകുന്ന ചില എംപ്ലോയീസ് ഉണ്ടാവും. അതാണ് ഇവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എക്സ്പെക്റ്റൻസിയാണ് നമ്മുടെ എഫേർട്ട്. എക്സ്പെക്റ്റൻസി ഇസ് എഫേർട്ട്. വിൽ മൈ വർക്ക് ലീഡ് ടു ഹൈ പെർഫോമൻസ്. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻറ്റാലിറ്റിയിൽ പെർഫോമൻസ് ആണ്. വിൽ പെർഫോമൻസ് റിസൾട്ട്സ് ഇൻ ഔട്ട്കം. ഞാൻ ഉദ്ദേശിച്ച പോലെ ഹൈ പെർഫോമൻസ് ആവും എൻ്റെ എഫേർട്ട് എന്ന് ആദ്യത്തത് എക്സ്പെക്റ്റൻസിയിൽ.
പെർഫോമൻസിൽ വരുന്നത് ഞാൻ ചെയ്ത വർക്കിന് അനുസരിച്ചുള്ള ഔട്ട്കം കിട്ടുമോ, ഇനി എൻ്റെ ഔട്ട്കം കിട്ടുന്നതിന് റിവാർഡ് കിട്ടുമോ, അതാണ് വാലൻസ് എന്ന കൺസെപ്റ്റ്. ഡു ഐ ഫൈൻഡ് ഔട്ട്കംസ് ഡിസയറബിൾ, അത് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നെല്ലാം ചിന്തിച്ച് ഒരു കാൽക്കുലേറ്റഡ് മൂവിലാണ് മോട്ടിവേഷൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള എംപ്ലോയീസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെദർ ദ പീപ്പിൾ ബിലീവ്സ് ദാറ്റ് ഹൈ ലെവൽസ് ഓഫ് എഫേർട്ട് വിൽ ലീഡ് ടു ദ ഔട്ട്കം ഓഫ് ഇൻട്രസ്റ്റ് സച്ച് ആസ് ദ പെർഫോമൻസ് ഓഫ് സക്സസ്. ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചിന്തിക്കില്ലേ, ആ ഒരു പെർസെപ്ഷനെയാണ് നമ്മൾ എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ. നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് ദ എഫേർട്ട് ഗെറ്റ്സ് എഫേർട്ട് ഗെറ്റ്സ് എ സക്സസ് ഓർ നോട്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും അവരുടെ മനസ്സിൽ, ദ ഡിഗ്രി ടു വിച്ച് എ പേഴ്സൺ ബിലീവ്സ് ദാറ്റ് ദ പെർഫോമൻസ് ഇസ് റിലേറ്റഡ് ടു സബ്സിക്വൻറ്റ് ഔട്ട്കംസ് സച്ച് ആസ് റിവാർഡ്സ്. ഇൻസ്ട്രുമെൻറ്റാലിറ്റി, ഞാനിപ്പോൾ പെർഫോം ചെയ്തു, അതിന് സക്സസ്സും ആയി, അപ്പോൾ അതിനുള്ള റിവാർഡ് എനിക്ക് കിട്ടുമോ, ആ ഒരു ചിന്ത, അതിനാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി പറയുക. ആൻഡ് ഫൈനലി ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ കൺസേർഡ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദ റിവാർഡ്സ് അവൈറ്റിംഗ് ദം ആസ് എ റിസൾട്ട് ഓഫ് പെർഫോമൻസ്. ഇപ്പോൾ റിവാർഡ് കിട്ടും, അതിന് എത്രത്തോളം വാല്യൂ ഉള്ളതാണ്. That is a balance. So anticipated satisfaction that will result for an outcome as a labeled balance. So this is expectancy theory. അപ്പോൾ എക്സ്പെക്റ്റൻസി തിയറിയിൽ വരുന്നത് 3 കൺസെപ്റ്റുകളാണ്, ദ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് ബാലൻസ്. ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഡെഫിനിഷൻ ചോദിക്കാം. സോ ദാറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ. എക്സ്പെക്റ്റൻസി എന്താണ്, ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്താണ്, ബാലൻസ് എന്താണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദിസ് എക്സാമ്പിൾ വിത്ത് ദിസ് ഡയഗ്രാം യു ക്യാൻ മെൻഷൻ. അപ്പം ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാണ്. ഇത് സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഡയഗ്രത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ആ ബേസിസ് ഉണ്ട് എന്ന് ടീച്ചേഴ്സിനാണെങ്കിലും ഇൻവിജിലേറ്റേഴ്സിന് മനസ്സിലാവും, കറക്റ്റ് എക്സാമിനേഴ്സിന് മനസ്സിലാവും. സോ ട്രൈ ടു ഇൻക്ലൂഡ് സച്ച് ഡയഗ്രാംസ് ഓ സം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് തിയറി. മൂന്നാമത്തെ തിയറിയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ ലേണിംഗ് തിയറീസിൽ പറഞ്ഞിരുന്നു, ക്ലാസിക്കൽ ലേണിംഗ്, ഓപ്പറൻറ്റ് ലേണിങ്ങിലൊക്കെ ആ ഒരു കൺസെപ്റ്റാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി വർക്ക് ഓഫ് ഇവാൻ പാവ്ലോ ഓൺ ദ ബിഹേവിയറൽ കണ്ടീഷനിങ്. വെച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയില്ല, അതാണ് ഇവാൻ പാവ്ലോനെ പട്ടിയെ വെച്ചിട്ട് സലൈവ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് വിത്ത് ബെല്ലോ. ഓക്കെ, ആൻഡ് ദ ലേറ്റർ വർക്ക് ഓഫ് B.F. Skinner ഓൺ ദ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ചെയ്തത് B.F. Skinner ആയിരുന്നു. അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടിരിക്കും, നമ്മളുടെ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ ലേണിംഗ് എന്നത്. ഈ രണ്ടിനെ ആണ് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയുടെ ബേസിസ് ആയിട്ട് വരിക. സോ അക്കോർഡിംഗ് ടു റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി ദ ബിഹേവിയർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഔട്ട്കം. ഔട്ട്കത്തിൻ്റെ റിസൾട്ടാണ് ബിഹേവിയർ എന്നാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് വരുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ എന്നത്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി ഇസ് ബേസ്ഡ് ഓൺ എ സിമ്പിൾ ഐഡിയ ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ കോമൺ സെൻസ്. ബിഗിനിങ് അറ്റ് ഇൻഫൻസി വി ലേൺ ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്. കുഞ്ഞിലെ തൊട്ട്, ഇൻഫൻസി ചെറുതായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയാണ് പലതും പഠിച്ചത്. So if we have observed a small child discovering the environment, you will see reinforcement theory in action. ഇപ്പോൾ ഒരു കുഞ്ഞ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്, അവന് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു ചൂട് പാത്രത്തിൽ തൊടുമ്പോൾ പൊള്ളുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, ഓക്കെ ചൂട് പാത്രത്തിൽ തൊടാൻ പാടില്ല, കൈ പൊള്ളും, ചൂട് വെള്ളത്തിൽ തൊടാൻ പാടില്ല, കൈ പൊള്ളുമെന്ന് പഠിക്കുന്ന അങ്ങനെയാണ് അല്ലേ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ. വെൻ ദ ചൈൽഡ് ഡിസ്കവേർഡ് മാനിപ്പുലേറ്റിംഗ് എ ഫൗസെറ്റ് ലീഡിംഗ് ടു വാട്ടർ കമ്മിങ് ഔട്ട് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഔട്ട്കം പ്ലസന്റ്, he is more likely to repeat the situation. If he burns his hand while playing with hot water, the child is likely to stay away from this faucet in the future. അപ്പം തണുത്ത വെള്ളത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത്, അപ്പം തണുത്ത വെള്ളം അവന് രസമായി തോന്നിയാൽ ഇത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ കൊണ്ടാലോ പിന്നെ തൊടത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ചാണ് നമ്മളുടെ വർക്ക് അല്ലെങ്കിൽ ബിഹേവിയർ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പല ടൈപ്പ് ഉണ്ടാണ്, അതാണ് ഇവിടെ ഒരു ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. These are the ones: positive reinforcement, negative reinforcement, punishment, extension. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോളോഡ് ബൈ ദ പോസിറ്റീവ് കോൺസിക്വൻസസ്. ഇപ്പം മാനേജർ ഒരു എംപ്ലോയിയെ പ്രൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. സോ ദ പേഴ്സൺ എംപ്ലോയി എന്താ ചെയ്ത ഏതോ വർക്കിനാണ് അപ്രൈസൽ കിട്ടിയത് അല്ലെങ്കിൽ ഒരു പ്രൈസിങ് കിട്ടിയത്. സോ ഹി വിൽ റിപ്പീറ്റ് ദ വർക്ക്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജർ സ്റ്റോപ്പ് സ്നാഗിങ് ദ employee. That is positive behavior followed by removal of negative consequence. പോസിറ്റീവ് ബിഹേവിയർ ഉണ്ടാവും, പക്ഷേ അതിനകത്ത് നമ്മൾ നെഗറ്റീവ് കോൺസിക്വൻസ് മാത്രം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പിന്നെ പണിഷ്മെൻ്റ് ഉണ്ട്. നെഗറ്റീവ് ബിഹേവിയർ ഫോളോഡ് ബൈ ദ നെഗറ്റീവ് കോൺസിക്വൻസ്. ഓക്കെ, മാനേജർ ഡിമോട്ട്സ് ദ എംപ്ലോയി, അതൊരു പണിഷ്മെൻറ്റാണ്, അപ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും.
Then extension, that is negative behavior followed by the removal of positive consequence. That is manager ignores the behavior. Okay, so these are the different types of reinforcement that we can provide. Okay, positive, negative, punishment and extension. Okay, so this is the next question. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു മേജർ മോട്ടിവേഷൻ തിയറീസ്. നീഡ് ബേസ്ഡ് തിയറീസും പ്രോസസ് ബേസ്ഡ് തിയറീസും ഉണ്ട്. നീഡ് ബേസ്ഡ് തിയറീസിലെ ഫസ്റ്റ് വൺ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, ദെൻ ഇയാജി തിയറി. ഇയാജി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. ദെൻ ടു ഫാക്ടർ തിയറി ബൈ ഹേഴ്സ്ബർഗ്. ടു ഫാക്ടറിൽ ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സും. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരും. എന്നാൽ മോട്ടിവേറ്റേഴ്സ് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരില്ല. മോട്ടിവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ വരും. ബട്ട് ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. ഈ ഒരു കാര്യം തെറ്റാതെ പഠിക്കണം. ദെൻ മക്ലെൻ നീഡ് തിയറി, അത് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ ആൻഡ് പവർ. ദെൻ മാഗ്രിഗർ എക്സ് ആൻഡ് വൈ തിയറി. എക്സ് ആൻഡ് വൈ മാനേജേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എക്സ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രാറ്റിക് ആയിരിക്കും. വൈ മാനേജേഴ്സ് കുറച്ച് സ്യൂഡോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും. അവർ വർക്കേഴ്സിന് അവരുടേതായ, എംപ്ലോയീസിന് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കും ടു വർക്ക് ആൻഡ് ബട്ട് ദേ വിൽ മോണിറ്റർ ഇറ്റ് എന്നുള്ളവർ. ദെൻ പ്രോസസ് ബേസിൽ ഇക്വിറ്റി തിയറി പറഞ്ഞു. എക്സ്പെക്റ്റൻസി തിയറി, വോട്ട് ആർ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, വാലൻസ് പറഞ്ഞു. ദെൻ റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ മോട്ടിവേഷൻ തിയറീസ്. സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. എ പാർട്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻസേ റെഫർ ചെയ്തിട്ടുള്ളൂ. ഇനി TQM, പവർ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ആൻഡ് പൊളിറ്റിക്സ്, ദ നേച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അനിതൽ താങ്ക് യു ഫോർ ലിസണിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പേഴ്സണലി. So that's all for the day. If you have any doubts, be free to contact. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ട്, അതുകൊണ്ടാണ് എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ മെനി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ പ്ലേലിസ്റ്റ് കയറുക, ബാക്കി വീഡിയോസ് കണ്ടു നോക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ഐ ആം 100% ഷുവർ. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ടു ഗെറ്റ് ദ ലേറ്റർ അപ്ഡേറ്റ്സ് ഓൺ ദ വീഡിയോസ്. ഇനി വരുന്ന വീഡിയോസ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല ലിങ്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ കയറി സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.